സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. കാറൽ മാർക്സ് വളരെ ലളിതമായും സുന്ദരമായും മനുഷ്യനും തമ്മിലുള്ള വേർതിരിവുകൾ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ശാസ്ത്രീയമായി പറയുകയുണ്ടായി. അതിലെ ചില കാര്യങ്ങളാണ് ഞാൻ ഈ കവിതയിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇങ്ങനെ കൂടി വരുന്നതിന് കാരണം കഴിവിനൊത്തു പണിയുകയും ചെലവിനൊത്തു മാത്രം എടുക്കുകയും മിച്ചമുള്ളത് പങ്കുവെക്കുകയും ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം ശാസ്ത്രീയമായി പറഞ്ഞു. മാർക്സിയൻ ചിന്തയനുസരിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം സമൂഹത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അവസാന ഘട്ടത്തിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള അന്തരം ഒരു വാക്കിലാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സോഷ്യലിസത്തിലെ പ്രത്യേകത എന്ന് കേട്ടാൽ, സോഷ്യലിസത്തിൽ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് ഡീഡ് എന്നതായിരിക്കും പ്രമാണം. എന്ന് പറഞ്ഞാൽ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി എന്ന് പറഞ്ഞത് ഓരോരുത്തരും അവനവന്റെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് കൊടുക്കണം. അപ്പൊ ബലവാൻ അവന്റെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് നൽകണം, ബലം കുറഞ്ഞവൻ അവന്റെ കഴിവിനനുസരിച്ച് കൊടുക്കണം. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി, ചെയ്ത പ്രയത്നത്തിന്റെ ഡീഡ്, അവൻ നടത്തിയ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കണം. എത്ര സേവനം അങ്ങോട്ട് കൊടുത്തോ അതിന് മാത്രം സമൂഹത്തിൽ നിന്ന് എടുക്കണം. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് ഡീഡ് എന്നാണ്, ഡീഡ് എന്ന വാക്കാണ്. എന്നാൽ കമ്മ്യൂണിസത്തിലേക്ക് കയറി കഴിഞ്ഞാലോ അവിടത്തെ പ്രമാണം എന്താണ്? ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് എന്നാണ്. നീഡ് ആവശ്യം എന്നാണ്, മറ്റൊരു ഡീഡാണ്. ആ രണ്ട് വാക്കുകൾ നമ്മൾ വ്യത്യാസമാണ്. ഓരോരുത്തരും അവനവന്റെ കഴിവിനൊത്തു പണിയണം, ആവശ്യത്തിന് മാത്രം എടുക്കണം, നീടിനനുസരിച്ച് ചെലവിനൊത്തെടുക്കണം. അപ്പോൾ മിച്ചം വരും. മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. അങ്ങനെ മതം രാഷ്ട്രമായി മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണെന്നതിന്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് നമ്മുടെ വർത്തമാനകാല ചരിത്രത്തിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ചരിത്രത്തിൽ NCERT എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനം ഇന്ത്യയുടെ പല പല മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ വായിക്കുന്നത്. അടുത്ത കാലത്തുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് വർത്തമാനകാല ചരിത്രം, കറന്റ് ഹിസ്റ്ററിയിൽ അവരൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. അവിടെ രാമജന്മഭൂമി, അവിടെ രാമക്ഷേത്രം ഉണ്ടായതിന്റെ ചരിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ചരിത്രം അങ്ങനെ ഉൾപ്പെടുത്തുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് കാലഹരണപ്പെട്ട 2 കെട്ടിടങ്ങൾ നിലനിന്നിരുന്നുവെന്നാണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് ആ സ്ഥാനത്താണ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ആത്മാവിനെ കുഴിച്ചു മൂടിക്കൊണ്ട് ബാബറി മസ്ജിദ് പള്ളിയെ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെയാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയത് എന്ന സത്യം നമ്മുടെ മക്കൾക്ക് നമുക്കും അറിയാമായിരിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ന ദിവസം രാമക്ഷേത്രം തുറന്നു കൊടുക്കപ്പെട്ടു, രാമക്ഷേത്രം നിർമ്മിച്ച ഭരണാധികാരി ഇന്ന ആളുകളാണ്, ഈ രാമക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് കാലഹരണപ്പെട്ട 2 കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ചരിത്രത്തെ കൃത്യമായ വെറുപ്പിന്റെ ഇടങ്ങളിൽ കൃത്യമായും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇവിടെ തെക്ക് ഉണർന്ന് ഇരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൊണ്ട്, വർത്തമാനം കൊണ്ട് പറയാൻ കഴിയുന്നതെല്ലാം ചെറിയ ചെറിയ വരികളിൽ ഞാൻ ഒതുക്കാമെന്ന് വിചാരിച്ച് കവിത ചൊല്ലാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ലോകം മുഴുവൻ, പ്രിയങ്കരനായ ശ്രീ M. സ്വരാജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ലോകം മുഴുവൻ ഒരു മഹാഭീഷണിയുടെ ഭാഗത്താണ്. ഇന്ത്യയുടെ 4 അതിരുകളിൽ നിങ്ങൾ നോക്കൂ. ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളും നമ്മുടെ ശത്രു രാജ്യങ്ങളാണ്. ഇപ്പോൾ 10 വർഷത്തോളം നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്രം കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ. ശ്രീലങ്ക ഇപ്പോൾ നമ്മുടെ സഹോദര രാഷ്ട്രമെന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല. പാകിസ്ഥാൻ അങ്ങനെ പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല. അഫ്ഗാനിസ്ഥാൻ അങ്ങനെ പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല. മ്യാൻമാർ ഒരു പരിധിവരെ അങ്ങനെ പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല. ഏറ്റവും സൗഹൃദ രാഷ്ട്രമായിരുന്ന ബംഗ്ലാദേശ് അങ്ങനെ പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല. പ്രിയപ്പെട്ടവരെ, പാലസ്തീനിൽ അനുഭവിച്ച മക്കൾ അനുഭവിക്കുന്ന ദുഃഖം ബംഗ്ലാദേശിലെയും മക്കൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന അവസ്ഥ നമ്മൾ ഉണ്ടാകുന്നു. മതം ലോകത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുമ്പോൾ സംഭവിക്കുന്നതാണതെല്ലാം. കാനഡയിൽ നിന്ന് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുന്നതിന് വേണ്ടി ആ രാഷ്ട്രം നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അങ്ങനെ ലോകം മുഴുവൻ വെറുപ്പ് പ്രസരിപ്പിക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് യുദ്ധം എന്താണ് എന്നതിനെ സംബന്ധിച്ച് എല്ലാവരും
നമ്മൾ ആരും യുദ്ധത്തിന്റെ കെടുതി അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സമാധാനമായിട്ടിരിക്കുമ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ട്. നാളെ മറ്റന്നാൾ ഞാൻ ബാഗ്ദാദ് എന്ന കവിത നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ആലപിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന മഹാസംസ്കൃതിയുടെ പിന്മുറക്കാരായ ഇറാഖിലെ പ്രിയപ്പെട്ട അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടായ ദുഃഖമാ കാലത്ത് ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായ, ഒരു കാരണവുമില്ലാതെ ജപ്പാനിലെ പാവപ്പെട്ട ജനത്തിന്റെ മേൽ എല്ലാ യുദ്ധവും അടങ്ങിയതിനു ശേഷം ആറ്റം ബോംബ് പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായ അമേരിക്ക ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞൊരു രാഷ്ട്രത്തെ ഇല്ലാതാക്കി കളയുന്ന കാലത്ത് അവിടുത്തെ അമ്മമാർക്കുണ്ടായ ദുഃഖം. അവിടെ ആ കാലത്ത് അലി ഇസ്മയിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ചിത്രം ആ കാലത്ത് പത്രങ്ങളിൽ വരുമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണും. ഇപ്പോഴും നിങ്ങൾ മീഡിയ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. അവനിങ്ങനെ ആടുമാടും അയച്ചു നടക്കുമ്പോൾ പെട്ടെന്നൊരു പൊതി പൊട്ടിയിട്ട് അവന് 2 കൈയും ഇങ്ങനെ അറ്റുപോയി. എന്നിട്ട് അവനെ ഇങ്ങനെ വെള്ളത്തുണി ചുറ്റി ഇങ്ങനെ ആശുപത്രി കിടത്തിയിരിക്കുന്നതിന്റെ ചിത്രം ഇപ്പോഴും ഉണ്ട്. അവൻ എപ്പോഴെങ്കിലും ബോധം വീഴുമ്പോൾ അവൻ ഞെട്ടി ഉണർന്ന് ചോദിക്കും, ഉമ്മ, നാളെ ആടുമേക്കാൻ പോകാൻ എന്റെ കൈയെവിടെ എന്ന്. ഈ ചോദ്യം എല്ലാ യുദ്ധക്കൊതിയന്മാരോടും ഉള്ളതാണ് എന്ന തിരിച്ചറിവുണ്ടാകട്ടെ. എല്ലാ വെടിയുണ്ടയും വാൾമുനത്തുമ്പും അന്ത്യമായി ചെന്ന് കൊള്ളുന്നത് എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണെന്ന സത്യത്തിൽ ദൈവം പിറക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ ബാഗ്ദാദ് എന്ന കവിതയെ കുറിച്ച് വരിച്ചൊല്ലുന്നു. ബാഗ്ദാദ്. മണല് കരിഞ്ഞു പറക്കും കാക്ക മലർന്നു പറക്കുന്നു. മണല് കരിഞ്ഞു പറക്കും കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചി കടയില തറയിൽ ചോര പെറിച്ചിളനാമ്പു കരിഞ്ഞു. ആരവമില്ലാതവിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതിക്കൈ മാത്രം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. തെരുവിന്നോരത്തൊരു തിരികെട്ടു കിടപ്പുണ്ടവിടെ പുകയുണ്ട്. പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾക്കതിമതമുണ്ട്. തെരുവിന്നോരത്തൊരു തിരികെട്ടു കിടപ്പുണ്ടവിടെ പുകയുണ്ട്. പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾക്കതിമതമുണ്ട്. അമ്മക്കാല് തെരഞ്ഞു തളർന്നു ഉമ്മ കൊടുത്തു തുടുത്ത മുഖം. എങ്ങു കളഞ്ഞു പൊന്നോമൽ ചിരി താങ്ങിടേണ്ട തളിർത്ത മൊഴി. സൂര്യനെ വെല്ലും കാന്തിയെഴുന്നൊരു തേജസ്സാർന്നൊരു ബാല്യമുഖം. കീറി വരഞ്ഞു ജയിക്കുകയാണൊരു പാരുഷ്യത്തിൻ ക്രൗര്യമുഖം. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. തെരുവിന്നോരത്തൊരു തിരി ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായി ഒരു ബാല്യം. നിറകണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ. പ്രാർത്ഥനയേറ്റി മയങ്ങും നാതുര ശയ്യയിലാർദ്രം. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായൊരു ബാല്യം. നിറകണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ. പ്രാർത്ഥനയേറ്റി മയങ്ങും നാതുര ശയ്യയിലാർദ്രം.
സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പം അലഞ്ഞു. പൊയ്കയിൽ ആമ്പലിറുത്തൊരു കയ്യിൽ കൊള്ളി പറഞ്ഞു മയക്കമുടഞ്ഞു. സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പമലഞ്ഞു. പൊയ്കയിൽ ആമ്പലിറുത്തൊരു കയ്യിൽ കൊള്ളി പറഞ്ഞു മയക്കമുടഞ്ഞു. കരയാതരികിലിരുന്നുമ്മ ഇനിയൻ കണ്ണുകൾ നിൻ കൈകൾ. കരയാതരികിലിരുന്നുമ്മ ഇനിയൻ കണ്ണുകൾ നിൻ കൈകൾ. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ദൂരായിരുന്നവർ ചോദിച്ചു ആരാ നിന്നുടെ സ്വപ്നത്തിൽ പ്രായോജകരില്ലാത്തൊരു സ്വപ്നം പാടേ തട്ടിപ്പായിക്ക്. ചൂടുകിനാക്കൾ നൽകാം മീനിൻ പേരും വേരും ഉപേക്ഷിക്ക്. അല്ലെങ്കിൽ തിരി ആയിരമുള്ളൊരു തീക്കനി തിന്നാൻ തന്നിടും. രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിലതിഭേദ കൂട്ടുപകർത്തിയിടും. അഗ്നിയെറിഞ്ഞു കുടങ്ങളുടഞ്ഞു കടൽപൂതങ്ങൾ ഉറഞ്ഞിടും. നട്ടു നനച്ചൊരു സംസ്കാര തരുവെട്ടി ചിതനിരതീർത്തിയിടും. തണലു തരുന്ന മഹാവൃക്ഷം നാം ചുവടുമുറിക്കുകയാണിന്ന്. പകരം നൽകാം സ്വപ്ന സുഖങ്ങൾ നിറച്ചൊരു വർണ്ണ കൂടാരം. പേരും വേരും ഉപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. പേരും വേരും ഉപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ. തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ. കത്തും കണ്ണു കലങ്ങീല മൊഴിമുത്തുമൊരൽപ്പമുടഞ്ഞീല. മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം നരകത്തീ മഴയെത്തിയിടാം. കത്തും കണ്ണു കലങ്ങീല മൊഴിമുത്തുമൊരൽപ്പമുടഞ്ഞീല. മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം നരക തീ മഴയെത്തിയിടാം. എങ്കിലും എന്നുടെ പേരും പേരും എന്നും പ്രാണനുമാത്മാവും. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദ് ദുശാസന കേളിയിൽ ഉന്തലഴിഞ്ഞ സഭാപർവം. ഇതു ഗാന്ധാരി 1000 അരുമക്കുരുതിയിൽ അന്ധതയാർന്ന മനം. ഇത് കോവലപത്നി മുറിച്ച മുലപ്പാടഗ്നിരിച്ച മഹാചരിതം. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. അറബി കഥയിലെ ബാഗ്ദാദ്. തീർച്ചയായും നമുക്കുണർന്ന് തന്നെ ഇരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കവിത പറഞ്ഞാൽ ഞാനത് ചൊല്ലാം. രക്തസാക്ഷി. ചരിത്രത്തിന്റെ ഇന്ന് കാണുന്ന ഈ മനോഹരമായ ഇത്രയെങ്കിലും സന്തോഷ സമ്പൂർണമായ ഒരു മനുഷ്യ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ പിന്നിൽ ഓരോ അധ്യായത്തിലും ഓരോ പേജിലും ഒരു രക്തസാക്ഷിയുടെ 2 തുള്ളി ചോരയും ഒരു അമ്മയുടെ 2 തുള്ളി കണ്ണുനീരുമുണ്ടാകും. എല്ലാ രക്തസാക്ഷികളെയും ഓർത്തുകൊണ്ട് ഞാൻ എന്റെ രക്തസാക്ഷി എന്ന കവിതയിലെ കുറച്ചുപേര് ചൊല്ലാം. രക്തസാക്ഷി. അവനവനു വേണ്ടി അല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി.
മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരിനാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരിനാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും, പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവും ഉണ്ടായിരുന്നെങ്കിലും, നേരിന്നു വേണ്ടി നിതാന്തം ഒരാദർശ വേരിന്നു വെള്ളവും വളവുമായൂറിയോൻ. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ശലഭവർണ്ണക്കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരുവോൻ രക്തസാക്ഷി. ശലഭവർണ്ണക്കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരുവോൻ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമേ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമേ രക്തസാക്ഷി. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ, പ്രിയമുള്ളതെല്ലാം ഒരു ജലസത്യത്തിൽ ഊർജമായുട്ടിയോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. രക്തം നനച്ചോ മഹാകൽപവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവാൻ. രക്തം നനച്ചു മഹാകൽപവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവാൻ. അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധിക്കാരം അധിനിവേശം. അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധിക്കാരം അധിനിവേശം. എവിടെ ഈ പ്രതിമാനുഷ ധൂമമുയരുന്നതവിടെ കൊടുങ്കാറ്റു രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. ഒരിടത്തവന്നു പേർ ചെഗ്വാറയെങ്കിൽ, ഒരിടത്തവന്നു ഭഗത് സിംഗ് പേർ. ഒരിടത്തവന്നു പേർ ചെഗ്വാറയെങ്കിൽ, ഒരിടത്തവന്നു ഭഗത് സിംഗ് പേർ. ഒരിടത്തവൻ യേശുദേവനെന്നാണ്, വേറൊരിടത്തവന്നു മഹാഗാന്ധി പേർ. 1000 പേരാണവന്നു ചരിത്രത്തിൽ, 1000 നാമവനക്കാലവും. 1000 പേരാണവന്നു ചരിത്രത്തിൽ, 1000 നാമവനക്കാലവും. രക്തസാക്ഷി. രക്തസാക്ഷി. നീ മഹാപർവതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ. രക്തസാക്ഷി. നീ മഹാപർവതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ. രക്തസാക്ഷി. നീ മഹാസാഗരം എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. രക്തസാക്ഷി. നീ മഹാസാഗരം എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ.
അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി രക്തം പൊലിപ്പിച്ചു ഇരുമൊഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി രക്തം പൊലിപ്പിച്ചു. നമ്മള് രക്തസാക്ഷികളെ ഓർക്കുകയായിരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി നിങ്ങൾക്ക് എന്നോട് ഏതെങ്കിലും കവിത സംവദിക്കാനുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതുകൂടെ ചൊല്ലി അവസാനിപ്പിക്കാം. ആ ശരി, വേറെ ഏതെങ്കിലും? വേറെ ഒന്നുമില്ലല്ലോ. ഓ, പ്രണയവും രേണുക. ഇപ്പൊ എന്തായാലും ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാൻ രേണുക എന്ന കവിതയിൽ കുറച്ച് പേര് ചൊല്ലിയിട്ട് മനുഷ്യനാകണം എന്ന കവിത കുറച്ച് പേര് ചൊല്ലി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. രേണുക ഒരു പ്രണയ ദുഃഖത്തെ അടയാളപ്പെടുത്തുന്ന കവിതയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല പ്രണയമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കൾക്കും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രണയമില്ലാത്ത ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴാണ് ലോകത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിനും കാരണം പ്രണയമില്ലാത്ത ഒരു ഭരണാധികാരി ഉണ്ടായത്. അതുകൊണ്ട് പ്രണയ നഷ്ടത്തെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് രേണുക. രേണുക. രേണുകേ രാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു തിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീ രാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമക്ഷണഭംഗികൾ. പിരിയുന്നു രേണുകേ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായൊഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായൊഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ. പകലിന്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും. കണ്ടുമുട്ടുന്നു നാം വീണ്ടുമേ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർ തുള്ളി പോലെ. ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം.
എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം. എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം. സന്ധ്യയും മാഞ്ഞു നിഴൽ മങ്ങി നോവിന്റെ മൂക അന്ധകാരം കനക്കുന്ന രാവതിൽ മുന്നിൽ രൂപങ്ങൾ ഇല്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി. പകലുപറ്റി കടന്നുപോയി കാലവും പ്രണയമുറ്റി ചിരിപ്പുരൗദ്രങ്ങളും പുറകിൽ ആരോ വിളിച്ചതായി തോന്നിയോ പ്രണയം അരുതെന്നുരച്ചതായി തോന്നിയോ പ്രണയം അരുതെന്നുരച്ചതായി തോന്നിയോ. ദുരിതമോഹങ്ങൾക്കു മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിൻ മുൻപൽപ്പമാത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിന്റെ മധുരം മിഴിപ്പൂ നനച്ചുവോ രേണുകേ രേണുകേ നീരാഗരേണു കിനാവിന്റെ നീല കടമ്പിൻ പരാഗരേണു. പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ എന്നാണ് ആ കവിത. അപ്പൊ പ്രിയപ്പെട്ടവരെ, കനൽപ്പൊട്ട് ഒരു പെൺപക്ഷ കവിത ആണ്. പിന്നെ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെടുത്തിയ ഒരു ചിന്തകളാണ് ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ വെച്ചിട്ട്. അപ്പോ കനൽപ്പൊട്ട് എന്ന കവിതയിൽ കുറച്ച് പേര് ചെല്ലാം. കനൽപ്പൊട്ട്. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക്, വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക്, വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തിവച്ചു നാം ഇരുട്ടിനെ. ആദ്യമാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തിവച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. പേടിയാണവന് പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും.
പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം, നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവ്രത്യത്താഴടച്ചു ദേവതയാക്കി. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവ്രത്യത്താഴടച്ചു ദേവതയാക്കി. വീടകത്ത നൂൽവലി കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ അനുത്ത പച്ചയാൾ. വീടകത്ത നൂൽവലി കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ അനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടിടാൻ വിയർത്തിടുന്ന നേരു പച്ചയാൾ. എരിഞ്ഞു തീരുവാനടുപ്പുകൊള്ളിയല്ല പെണ്ണവൾ, എരിഞ്ഞു തീരുവാൻ അടുപ്പുകൊള്ളി അല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ. കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ. അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ. ഓർത്തുവെക്ക നീ അവൾക്ക് പാതി മാത്രമാണ്, അതിന്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭകം. ഓർത്തുവെക്ക നീ അവൾക്കു പാതി മാത്രമാണ്, അതിന്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭകം. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ, ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ. കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി. നാം ഇതുവരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരടക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി. നാം ഇതേവരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും, അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ എന്നാണ്. അത്രമേലുദാത്തമായ പ്രപഞ്ച സൃഷ്ടിയായി മനുഷ്യൻ ഉയരുന്ന തരത്തിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കും. എല്ലാ തരത്തിലുള്ള സമത്വം ഉണ്ടാകട്ടെ. നമ്മുടെ അനുജത്തിമാർ ഉണർന്നിരിക്കുക തന്നെ വേണം. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീ സ്വാതന്ത്ര്യമേ അർഹിക്കുന്നില്ല എന്ന് പറയുന്ന മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടനയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ത്യയുടെ ഭരണം പൂർണ്ണമായും കീഴടക്കാൻ പോകുന്ന ഒരു കാലത്തെ ദുസ്വപ്നം കാണുകയാണ് ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ. അതുകൊണ്ട് അമ്മമാർ, അനുജത്തിമാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് ഉണ്ട്. തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾക്കറിയാം, ഒരു അമ്മയ്ക്കും ഒരു സഹോദരിക്കും ഒരു മക്കൾക്കും ഒരു പെൺമക്കൾക്കും അവിടെ വിദ്യാഭ്യാസമില്ല. ഇപ്പോൾ ഒരു പെൺമക്കൾക്കും സ്വന്തം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുവാൻ, ഒരു പുരുഷന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ സ്വന്തം വീടിന്റെ പുറത്തിറങ്ങാൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു പെൺകുഞ്ഞിനും ഇപ്പോൾ അവകാശമില്ല. ഒരു പെൺമക്കൾക്കും സ്കൂളുകളിൽ പ്രവേശനമില്ല. നാളെ മറ്റന്നാൾ നമ്മുടെ നാടും ആ അർത്ഥത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലമാണിതെന്ന തിരിച്ചറിവ് കൂടെ നമുക്ക് മറ്റുള്ളവരിൽ സംക്രമിപ്പിക്കുവാൻ കഴിയട്ടെ. നമുക്കല്ലല്ലോ, അങ്ങനെ സംഭവിക്കട്ടെ എന്നുകൂടെ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനാകണം എന്ന കവിതയുടെ കാവ്യഗാനം എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ കുറച്ച് പേര് ചൊല്ലി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം എന്നാണ്. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ ഒരു സ്നേഹത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കാറൽ മാർക്സ് വളരെ
ലളിതമായും സുന്ദരമായും മനുഷ്യനും തമ്മിലുള്ള വേർതിരിവുകൾ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ശാസ്ത്രീയമായി പറയുകയുണ്ടായി. അതിലെ ചില കാര്യങ്ങളാണ് ഞാൻ ഈ കവിതയിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇങ്ങനെ കൂടി വരുന്നതിന് കാരണം കഴിവിനൊത്തു പണിയുകയും ചെലവിനൊത്തു മാത്രം എടുക്കുകയും മിച്ചമുള്ളത് പങ്കുവെക്കുകയും ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം ശാസ്ത്രീയമായി പറഞ്ഞു. മാർക്സിയൻ ചിന്തയനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം സമൂഹത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അവസാന ഘട്ടത്തിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള അന്തരം ഒരൊറ്റ വാക്കിലാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സോഷ്യലിസത്തിലെ പ്രത്യേകത എന്ന് കേട്ടാൽ, സോഷ്യലിസത്തിൽ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് ഡീഡ് എന്നതായിരിക്കും പ്രമാണം. എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി എന്ന് പറഞ്ഞത് ഓരോരുത്തരും അവനവന്റെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് കൊടുക്കണം. അപ്പൊ ബലവാൻ അവന്റെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് നൽകണം, ബലം കുറഞ്ഞവൻ അവന്റെ കഴിവിനനുസരിച്ച് കൊടുക്കണം. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി, ചെയ്ത പ്രയത്നത്തിന്റെ ഡീഡ്, അവൻ നടത്തിയ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കണം. എത്ര സേവനം അങ്ങോട്ട് കൊടുത്തോ അതിന് മാത്രം സമൂഹത്തിൽ നിന്ന് എടുക്കണം. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് ഡീഡ് എന്നാണ്, ഡീഡ് എന്ന വാക്കാണ്. എന്നാൽ കമ്മ്യൂണിസത്തിലേക്ക് കയറി കഴിഞ്ഞാലോ അവിടത്തെ പ്രമാണം എന്താണ്? ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് എന്നാണ്. നീഡ് ആവശ്യം എന്നാണ്, മറ്റൊരു ഡീഡാണ്. ആ രണ്ട് വാക്കുകൾ നമ്മൾ വ്യത്യാസമാണ്. ഓരോരുത്തരും അവനവന്റെ കഴിവിനൊത്തു പണിയണം, ആവശ്യത്തിന് മാത്രം എടുക്കണം, നീഡിനനുസരിച്ച് ചെലവിനൊത്തെടുക്കണം. അപ്പോൾ മിച്ചം വരും. മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. അങ്ങനെ വരുമ്പോ സ്റ്റേറ്റ് വിൽ വിധറവേ ന രാജ്യാനജ രാജാസ്മിത് ന ദണ്ഡ്യാനജ ദണ്ഡ്യാസ്മിൻ ധർമ്മണ്യേവ പ്രജാ സർവാരക്ഷന്തി സ്മ പരസ്പര. ഡ്യൂട്ടി, പ്രയത്നം കൊണ്ട് പരസ്പരം രക്ഷിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ശാസ്ത്രീയമായി അടയാളപ്പെടുത്തിയ മഹാനായ മാർക്സിനെ ഓർത്തുകൊണ്ട് മനുഷ്യനാകണമെന്ന കവിതയിൽ കുറച്ച് പേര് ചൊല്ലുന്നു. മനുഷ്യനാകണം, 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 മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. എന്റെ കൂടെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ വലിയ സന്തോഷം. കിട്ടാവുന്നിടത്ത് എന്റെ കൂടെ ചൊല്ലണം. മനുഷ്യനാകണം, മനുഷ്യനാകണം. ഉയർച്ച നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം. എങ്കിലെന്തു തോൽക്കുകയില്ലതാണു മാർക്സിസം. തോൽക്കുകയില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യർ ഒന്നുപോലെയാകണം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യർ ഒന്നുപോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണ് മാർക്സിസം. ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണ് മാർക്സിസം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, ഞാനുമില്ല നീയുമില്ല നമ്മളാകണം. നമുക്ക് നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം. പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം. പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിന്റെ പേരതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം. പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിന്റെ പേരതാണു മാർക്സിസം. കിഴക്കുനിന്നുമല്ല സൂര്യൻ, തെക്കുനിന്നുമല്ല സൂര്യൻ, ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നുദിക്കണം. വെളിച്ചമേ വെളിച്ചമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യ സ്നേഹമേ
മനുഷ്യ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. മനുഷ്യനാകണം, എന്റെ കൂടെ ചൊല്ലൂ നിങ്ങൾ, മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, മനുഷ്യനാകണം, 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 ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. അഭിവാദ്യങ്ങൾ.